ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ. അപ്പം ഇത് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മോളിൽ മൗണ്ട് ചെയ്തൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് ചെയ്യുന്നതിന് മുമ്പ് ഫോട്ടോ ഒന്നും എടുത്തില്ല, പക്ഷേ ഏകദേശം ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ഇതാണ് എൻ്റെ ക്രിസ്മസിനുള്ള സെറ്റപ്പ്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നീളമുള്ള തോരണങ്ങളാണ്. ഇത് എല്ലാ കടയിലും തന്നെ കിട്ടും. അതിന് പല ഗ്ലിറ്ററുള്ളതും അല്ലാതെ കിട്ടും. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പച്ച മാത്രം കരുതി എടുത്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം. അപ്പം ഇത് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇത് സെല്ലോ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആമസോണിൽ നിന്ന് ഇങ്ങനെ കമാൻഡിൻ്റെ 3M എൻ്റെ ക്ലിയർ ഹുക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതിനൊരു സ്ട്രിപ്പുണ്ട്, ഇങ്ങനെ ഹുക്കുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി കുറഞ്ഞ ചിലവെന്ന് പറയുമ്പം ഓരോ ഈ തോരണത്തിനും ഏകദേശം 50 രൂപ അടുത്ത് ചിലവായി. അപ്പോൾ ഇത്രയും വലിയൊരു ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 ഉപയോഗിച്ചു. അപ്പോൾ ഏകദേശം 200 രൂപയായി. പിന്നെ ആ ഗോൾഡൻ ഒരു ഡെക്കറേഷൻ യൂണിറ്റ്, അത് എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നതാണ്. ഈ ലൈറ്റിൽ ഒരു ലൈറ്റ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് പണിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു വി ഷേപ്പിൽ അതുപോലെ ക്ലിയർ സ്ട്രിപ്പ് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഇതിങ്ങനെ ഞാൻ ലൈറ്റും ഇതിങ്ങനെ പതുക്കെ അവിടെ ഇത് കണ്ടു ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ കൊളുത്തി കൊടുത്താൽ മതി. അപ്പം ഇത് ഈ സ്ട്രിപ്പ് ഇച്ചിരി കുഞ്ഞായതിനാൽ ഇച്ചിരി സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഇതിങ്ങനെ ആയതുകൊണ്ടും ആ സ്ട്രിപ്പ് ഇച്ചിരി ചെറുതായത്, ആ ഹുക്ക് ഇച്ചിരി ചെറുതായതുകൊണ്ടും കുറച്ച് വെയിറ്റ് ഒരുപാട് താങ്ങിയാൽ ചിലപ്പം അതിൽ നിന്ന് അതിലിരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഓരോ ഹുക്കിലും ഇടരുത്. അത് വെയിറ്റ് താങ്ങും, പക്ഷേ അതിനകത്ത് അധികം സ്പേസ് ഇല്ല. അപ്പം ഇത് കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നീളത്തിലൊരു ചാക്കുനൂല് പോലൊരു സാധനം എടുത്ത് ആദ്യം ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്തു. എന്നിട്ട് ഹുക്ക് വെച്ചിട്ട് അതിന് മേളിൽ ചെയ്യുക ചെയ്താൽ, അപ്പം വളരെ സൂക്ഷിച്ച് ചെയ്താൽ അത്രയും നല്ല ഭംഗിയായിരിക്കും, കുറച്ച് സിമ്മെട്രിക്കലായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം സിമ്മെട്രി ഒന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ.